ജീവൻ്റെ പ്രതീകമാണ് സ്ത്രീകൾ. വിമൺ ആർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈഫ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വചനമാണ് കടന്നു വരുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന കുടുംബജീവിതത്തിൽ അല്ലാതെയും സ്ത്രീകളിലാണ് ദൈവം ജീവനെ കൊടുക്കുന്ന അല്ലെ ജീവൻ ഉണ്ടാക്കാനുള്ള കഴിവ് വച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയിൽ കൂടെയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നത്. അന്ന് കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ തോറ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ 7:14 കന്യകാ ഗർഭിണിയായ ഒരു ശിശുവിനെ ഉൽപ്പാദിപ്പിക്കുക. അവൻ്റെ പേര് യേശു. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന ദൈവത്തിൻ്റെ പേര്, കർത്താവ് നമ്മോടുകൂടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. യേശുവിൻ്റെ ഒരു വരവിന് മുൻപ് തൊട്ടേ തലമുറയായിട്ട് സ്ത്രീകൾക്കറിയാവുന്ന ഒരു സത്യം, ദൈവം തൻ്റെ കാലത്തികവിൽ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചിട്ട് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ. ഗബ്രിയേൽ മാലാഖ കന്യകയുടെ അടുക്കൽ വന്നിട്ട് ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ ആ അർച്ചന വാക്ക് കേട്ട് ഭ്രമിച്ചു. അതായത് ദൈവദൂതൻ വന്നിട്ട് കൃപ ലഭിച്ചവളെ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം. ദൈവം നമ്മളെ കൃപ ലഭിച്ചവരായിട്ട് കാണുന്നുണ്ടോ? കൃപ ലഭിക്കുവാനുള്ള ക്വാളിറ്റീസ് നമ്മളിലുണ്ടോ? ദൈവത്തോടെ വിനയപ്പെട്ട് ദൈവം എനിക്ക് സകലതുമാണെന്ന് വിശ്വസിക്കുന്ന എത്ര സ്ത്രീകൾ ഈ ദിവസങ്ങളിലുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാതാവിൻ്റെ അടുക്കൽ, മറിയയുടെ അടുക്കൽ ചെന്ന് ഗബ്രിയേൽ പറഞ്ഞ ഉടനെ മറിയയ്ക്ക് സാധാരണയായിട്ടുള്ള സംശയങ്ങളെല്ലാം ഉണ്ടായി. സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അടുക്കലാണത് പറയുന്നത്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവദൂതൻ വന്ന് മറിയയോട് പറയുന്നത്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മറിയ ഈ വലിപ്പമൊന്നും അല്ല ചിന്തിക്കുന്നത്. മറിയ ചിന്തിക്കുന്നത് ഇതെങ്ങനെ സാധിക്കും, ഒരു പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ? അപ്പം ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത്യുന്നതൻ്റെ ശക്തി, അതിനു മുമ്പ് പറയാം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ നിർത്താം. അപ്പം ദൈവത്തിന് തൻ്റെ വിശുദ്ധ പ്രജയാകുന്ന തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ആവശ്യമുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് കൃപ ലഭിച്ചവളെ എന്ന് പറയുകയും എന്താണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മറിയ അത് സംശയം ചോദിക്കുന്നു. എങ്കിലും അവസാനം ദൈവത്തിനൊന്നും അസാധ്യമല്ല, എങ്ങനെയാണത് ചെയ്യാൻ പോകുന്നതെന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ജീവൻ, അതാണ് ജീവിക്കുന്ന ആത്മാവ്, ആ ഒരു ജീവൻ ആ കന്യകയിലുണ്ടായിരുന്നു. അത് സാധിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കാര്യം യേശു പറഞ്ഞു വെച്ചു, പിന്നെ 100 വട്ടം അയ്യോ എന്തിനാ യേശു പറഞ്ഞത്, ഒരിക്കൽ പോലും. അന്നേരം മാതാവ് ഒരു ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ട് പോയി. ദൈവത്തിൻ്റെ ദൂതൻ വന്ന്, ഗബ്രിയേൽ ദൂതൻ ദൈവസന്നിധി നിൽക്കുന്നതായ ദൈവദൂതൻ വന്ന് മറിയയോട് പറഞ്ഞപ്പോൾ മറിയ അതിന് യെസ് പറഞ്ഞ നിമിഷത്തിൽ വചനം കൊണ്ട് ശിശു ഗർഭപാത്രത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ വചനം ദൈവം നമ്മളോട് ദിനം പ്രതി പറയുന്നുണ്ട്. എത്രമാത്രം ജീവൻ നമ്മുടെ ഹൃദയത്തിനകത്തും. നമ്മൾ സ്ത്രീകൾ 9 മാസം കഴിഞ്ഞപ്പം യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായി. 9 മാസം കൊണ്ട്
നമ്മളോട് വാഗ്ദത്തങ്ങൾ എത്രയെണ്ണം ദൈവം പറഞ്ഞിട്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല നിലമാക്കി നമ്മളെ കണ്ടിരിക്കുന്നു എങ്കിൽ കൃപ ലഭിച്ചവളെ എന്ന് നമ്മളെ വിളിക്കുകയാണ്. കൃപ നിറഞ്ഞവളെന്ന് പിന്നെയാണ് പറയുന്നത്, ഇവിടെ കൃപ ലഭിച്ചവളെന്നാണ്. നമുക്ക് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യനില്ല, പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഫേവറിറ്റാണ്. കർത്താവിൻ്റെ നമ്മൾ കൃപായുഗത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ട് ജീവിക്കേണ്ട. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല പദവികളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മണവാട്ടിക്കും ഭാര്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു മണവാട്ടിയുടെ ഏറ്റവും വലിയ ജോലി മണവാളൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് യൂണിറ്റി ആൻഡ് ലവ്, ദാറ്റ് തോട്ട് എ ലൈക്ക്നെസ്, ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഒരു ദിവസത്തേക്ക് നിൽക്കാനുള്ളതല്ല. ദൈവം സഭയെ തൻ്റെ മണവാട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും മാതാവിൻ്റെ അതേ പദവിയിൽ നിർത്തിക്കൊണ്ട് അനേക കാര്യങ്ങൾ ജീവൻ തരാൻ വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീജനങ്ങളായിട്ട് നമ്മളെ കാണണം. നമ്മളോട് ദൈവം ഒരു കാര്യം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പലപ്പോഴും എന്നോട് ദൈവം ചോദിക്കും, ഞാനത് പറഞ്ഞില്ലേ? ഒരു ദിവസം എന്നോട് ഞാൻ ഒത്തിരി സംശയം പറയുമ്പോൾ ദൈവനോട്, ഞാൻ തിന്മയ്ക്കായിട്ട് വല്ലതും ചെയ്യുമോ? അത് നമ്മൾ ദൈവത്തിൻ്റെ കുഴപ്പമുണ്ടല്ലോ, നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതശൈലി, പിന്നെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ പുറകെ എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടുപിടിക്കാൻ മനുഷ്യർ ഓടുന്ന ഉടനെ നമ്മളങ്ങ് ഭയപ്പെടുന്നുണ്ട്, ദൈവത്തെ സംശയിക്കുകയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്ത് നിന്നെ ഇട്ടേച്ചു പോകത്തില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. അബ്രഹാമിനോട് ഉൽപ്പത്തി 12 ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് നീ കാല് ചവിട്ടുന്നിടമെല്ലാം ഞാൻ നിനക്ക് തരുമെന്ന്, നിന്നിൽ കൂടെ രാജാക്കന്മാരുണ്ടാകും. ആകാശമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലുള്ള മണൽത്തരികൾ പോലെയും ദൈവം മക്കളെ തരുമെന്ന് പറഞ്ഞത് അബ്രഹാമിനോടാണ്. അബ്രഹാമിൻ്റെ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിൻ്റെ സന്തതികളായിട്ട് ജീവിക്കുന്ന നമ്മളിൽ ദൈവകൃപ ഒഴുകുന്ന ദിവസമായിട്ടൊന്ന് മാറട്ടെ. ദൈവം നമ്മളെ കൃപ ലഭിച്ചവരെ എന്ന് വിളിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മളിൽ കൂടെ നമ്മുടെ പ്രാർത്ഥന മൂലം നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു വെച്ച് ആണ്. മറിയയ്ക്കുള്ളൊരു വ്യത്യാസം അതാണ്. മറിയ എന്തെല്ലാം ദൈവം പറഞ്ഞോ, ദൈവദൂതൻ പറഞ്ഞോ, യേശുക്രിസ്തു ചെറുപ്പത്തിൽ ചെയ്തെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചു. ഒക്കെ സമയത്ത് ശിമ്യോൻ പറയുന്നുണ്ട്, നിൻ്റെ നെഞ്ചിൽ കൂടെ ഒരു വാള് കടന്നു പോകുന്ന, അതൊന്നും അറിഞ്ഞിട്ട് ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്നില്ല ഒരിക്കൽ പോലും. പിന്നെ മാതാവിനെ നമ്മൾ ആദ്യം കാണുന്നത് ക്രിസ്തു ഉണ്ടായിക്കഴിഞ്ഞു. കർത്താവിൻ്റെ 11 വയസ്സിൽ നമ്മൾ കാണും, ക്രിസ്തുവിൻ്റെ വളർന്നു കഴിഞ്ഞ് 30 വയസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിക്കഴിയുമ്പം പിന്നെ നമ്മൾ മാതാവിനെ കാണുന്ന കാനാവിലെ കല്യാണത്തിന് വെച്ചാണ്. പിന്നെ അധികം വേദപുസ്തകത്തിൽ അധികം ഭാഗങ്ങളിൽ അങ്ങനെ പിന്നെ ഡിപ്പിക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ കാണുന്ന കാനാവിലെ കല്യാണത്തിന് ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ കാനാവിലെ കല്യാണത്തിന് ഇവരെല്ലാവരെയും വിളിച്ചിരുന്നു. അവിടെ അവരുടെ വീഞ്ഞാണ് അവരുടെ ഒരു പ്രധാന ഘടകം. വീഞ്ഞ് കൊടുക്കുന്നത് തീർന്നു പോയി എന്ന് അകത്ത് ചെന്ന് കണ്ടുപിടിച്ച മാതാവ് യേശുവിനെ വിളിച്ചു പറയുകയാണ്, ഇവർക്ക് വീഞ്ഞില്ല. യേശു ചോദിക്കുന്നു, എനിക്കും നിനക്കും തമ്മിൽ എന്തേന്ന്. പക്ഷേ മാതാവ് പറയും, സ്വന്തം അമ്മ പറയുന്ന മാനിക്കുന്ന മകൻ അത് ചെയ്തു കൊടുക്കാൻ തക്കവണ്ണം സമയമായില്ല എന്ന് പറയുന്നെങ്കിലും കൽഭരണികളാകുന്ന പാത്രത്തിൽ വെള്ളമൊഴിക്കുവാൻ പറയുകയാണ്. ഓരോ സ്ത്രീയും ഓരോ കൽഭരണിയായിട്ട് നമ്മൾ കാണണം. നമ്മളെ ജീവൻ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവരാണ്. നമ്മളെ വേണ്ടെന്ന് വെച്ച് സ്ത്രീകളെ പുറത്ത് വെച്ചിരിക്കുന്ന കൽഭരണികളായിരിക്കാം. പക്ഷേ ദൈവം നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായിട്ടും കേട്ടിട്ട് കൃപ ലഭിച്ചവളെ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഹിയർ ഐ ആം, ഞാനിവിടെ ഉണ്ട്, തിരഹിതം പോലെ നടക്കട്ടെ. അത് ഈ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കാം. എനിക്ക് അറിയാവുന്ന പല കൂട്ടുകാരുണ്ട്, ഒരു ജീവിതം മുഴുവനും ഒട്ടുമുക്കാലും സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അവരെനിക്കറിയാം. പലരും വിധവന്മാരായിട്ടുള്ളവരാണ്. അവർ സമയമെടുത്ത് ദേശത്തിനും സഭയ്ക്കും ചർച്ചിനും അവർ പോകുന്ന കൂട്ടായ്മയ്ക്കും അനേക വിഷയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ത്രീ. എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. അവരോരോരുത്തരും ജീവൻ പ്രദാനം ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മളെ കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബത്തിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇന്നിറ്റേണിറ്റി എന്നേക്കുമായിട്ട് നിത്യജീവനെ പ്രദാനം ചെയ്ത് ലഭിക്കുവോളം പ്രാർത്ഥിക്കേണ്ടവരാണ്. കൃപ ലഭിച്ചവളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവനെ നമ്മൾ
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകണം. ആണോ? ആകുമോ? കർത്താവ് ചോദിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൽക്കുമ്പം നീ ആത്മാവിൽ ദൈവത്തിന് ഒരു കാര്യം നമ്മളെക്കുറിച്ച് നിർബന്ധമായിട്ടുള്ളത്, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പകർന്ന് മക്കളിൽ പകർന്ന് കൊടുക്കുക. അത് നമ്മൾ ചെയ്താൽ വേറെ ഒന്നിനും വലിയ പ്രസക്തിയില്ല. ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തെന്നോ ഒത്തിരി പൈസ ഉണ്ടാക്കി വെച്ചെന്നോ അതൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ ചെയ്യുന്നു. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ പ്രസക്തി. ദൈവത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ജീവനുള്ള പ്രതീകമായിട്ട്, ജീവശ്വാസമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ പാത്രമായിട്ട് തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു ചുമതല നമ്മൾ അടുത്ത തലമുറയെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യപദവി. ആ പദവിയിലേക്ക് അനേക മക്കൾ കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ പ്രതീകമായിട്ട് നീ സ്ത്രീകളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, ആദത്തിൻ്റെ വാരിയിൽ നിന്നെടുത്ത സ്ത്രീയാണ്, അതിൽ നിന്നുണ്ടാക്കിയെന്നൊക്കെ പറയുന്നെങ്കിലും ദൈവമേ, സൃഷ്ടിപ്പിൻ്റെ ഉൽപ്പന്നം സ്ത്രീകളിലാണ് നീ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തും ചെയ്യാം. ഒരു സ്ത്രീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാതാവ് പറഞ്ഞതുപോലെ, ഇതാ നിൻ്റെ ദാസി, ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പറയുന്ന എത്ര പേരുണ്ട്. അങ്ങനെ വളർത്തുന്ന അമ്മയപ്പന്മാർ എത്ര പേരുണ്ട് കർത്താവേ. ഞങ്ങളെ ക്ഷമ ചോദിച്ചുകൊണ്ട് കടന്നു വരുന്ന കർത്താവേ, ഇത്ര വലിയ ദൈവം തൻ്റെ ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരെന്ന് ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച് എന്തൊക്കെയോ നേടാനായിട്ട് ഓടി നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സത്യം വിളിച്ചു പറയുമ്പോൾ അനേക സ്ത്രീകളുടെ ഹൃദയത്തിൽ ഇത് ചെന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടാത്തതിനെ എടുത്തു കളഞ്ഞ് ശ്രദ്ധിക്കേണ്ടതിനെ ശ്രദ്ധിക്കാനും, ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ, ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന മക്കളെ വിശുദ്ധരായിട്ട് വളർത്തിയെടുത്ത് ദൈവമക്കളാക്കിയും ദൈവത്തിൻ്റെ കുടുംബത്തിനും സമുദായത്തിനും മറ്റുള്ളവർക്ക് നന്മയുള്ള മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന മക്കളാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. തലമുറയോട് ഇത് നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, അന്ന് അവിടുന്ന് ക്രൂശ് മരണത്തിന് മുൻപ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും ജീവനോടെ നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഈ അയക്കുന്ന വചനം ഞങ്ങളുടെ തലമുറ മേച്ചെന്ന് വീഴട്ടെ. അത് അങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ യെശയ്യാ 59:21 വാക്യം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങളിൽ തന്നിരിക്കുന്നതിൻ്റെ വചനം, നീ ഞങ്ങളിലിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നും ഞങ്ങളുടെ വായിൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്ന് ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്ന് ഒരു നാളും മാറിപ്പോകത്തില്ല എന്നുള്ള വാഗ്ദത്തം ഉറപ്പിക്കുന്നു. പക്ഷേ അത് ചെയ്തെടുക്കാൻ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.